അവനക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഈ സ്ഥലത്തിന് എന്തോ പ്രത്യേകതയുണ്ട്, ഈ ഭക്ഷണത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പലപ്പോഴും നമുക്ക് വ്യക്തമായി പറയാൻ പറ്റാത്തപ്പോഴൊക്കെ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് പറയാറില്ല, ഒരു ക്വാളിറ്റി ആയിട്ട്. അതിനുപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. Hello everyone, this is Nishad Ahmed from Brett's English Academy. Every day you learn a new sentence with me to improve your fluency within no time. Because you need to stop learning words and start learning phrases and sentences in order to build a fluency faster. ഇംഗ്ലീഷ് ഫ്ലുവൻസി ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വാക്കുകൾ ഒരിക്കലും പഠിച്ചു വെക്കരുത്. സെൻറ്റൻസുകൾ പഠിക്കുക അല്ലെങ്കിൽ ഫ്രേസുകൾ പഠിക്കുക. ഇങ്ങനെ മാത്രമാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഒരു സെൻറ്റൻസ് നമ്മൾ കൂടെ പഠിക്കും. റെഡി? സോ ടുഡേ ലെറ്റ്സ് ലുക്ക് അറ്റ് എ ന്യൂ സെൻറ്റൻസ്. അവനക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഈ സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് പറയാൻ പറ്റാത്തപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണ്. റിമെമ്പർ, വി ലേൺ എവറിത്തിങ് ത്രൂ TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിക്കുകയാണ്. ഈ രീതിയിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കേരളത്തിലെ ഒരു സ്ഥാപനമാണ് ബ്രെഡ്സ് ഇംഗ്ലീഷ് അക്കാദമി. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കോപ്പി മൈ ആക്ഷൻ സൗണ്ട് ഇൻ ഓർഡർ ടു ലേൺ ഇറ്റ് ഫാസ്റ്റർ. റെഡി? അപ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അവനക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അവൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഭക്ഷണത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. റെഡി? കം ഓൺ. There's something about him. There's something about him. എന്തോ അവനക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റാത്തടത്ത്, ഒരു ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റാത്തടത്ത് നമുക്ക് we can go for there's something about it. Alright? For example, there's something about this place. ഈ സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, എന്താ നമുക്ക് പറയാൻ പറ്റുന്നില്ല. There's something about the food. ഭക്ഷണത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു വ്യത്യസ്തമാണ്. And something very special, but I can't describe or I can't specifically mention what it is. Alright? അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് there's just something. For example, there's just something about this car. Alright? Anyway, thank you very much for watching this video. Remember, never ever learn words. Start learning phrases and sentences in order to build a fluency faster. Anyway, thank you very much. And tomorrow, you're going to learn another sentence with me. And I have uploaded a few more videos earlier, so you can check them out and you'll find them interesting. Anyway, see you tomorrow. Bye-bye.